വലുതായിട്ടൊന്നുമില്ല. അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. 4 മുറി കടയാണ്. അതിൽ ഒരെണ്ണം ഞാൻ, 2 പണ്ട് ടൈം, പിന്നെ ഒരു ടൈലർ, അങ്ങനെ 4 മുറിയായിരുന്നു. ഇപ്പോൾ സ്റ്റേഷനറി മാത്രമേ ഉള്ളൂ. പിന്നെ പച്ചക്കറി മറ്റേ പലചരക്കൊക്കെ ഉണ്ട്, അതൊക്കെ നിർത്തി. കച്ചവടം കുറവായിരുന്നു, അതൊക്കെ നിർത്തി. ഇപ്പം ഈ മിഠായി, സോഡ, ഒത്തിരിയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. കോഴിക്കോട്. വർഷം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. 65-70 കാലങ്ങളിലായിരിക്കണം എന്ന് വിചാരിക്കും. അത്രയൊന്നും ഓർക്കുന്നില്ല ഞാൻ. എത്ര നാളുണ്ടായിരുന്നു? ഒരു 10 വർഷം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവിടെ ചെയ്തിരുന്നത്? അവിടെ ടെലഫോണിലായിരുന്നു. ടെമ്പറേറ്റ് പണിയെടുക്കണം, ടെമ്പറേറ്റ് മസ്തൂറായിട്ട് പണിയെടുക്കണം. അന്ന് അവിടെ 90 റുപ്യ ശമ്പളം. ഇവിടെ ആ സ്ഥാനത്ത് 150 രൂപ. അന്ന് ഇന്ത്യൻ പോസ്റ്റ് ടെലഗ്രാഫായിരുന്നു. അന്ന് റെയിൽവേ ലൈനിൽ കൂടെ ഞങ്ങൾ പുതുക്കി പണിയുന്ന സമയത്ത് എന്നെയൊക്കെ അവിടെ ഞങ്ങൾ പോയി, നാട് വിട്ട് പോയിട്ട് അവിടുന്ന് എന്നെ എടുത്തിട്ട് നേരത്തെ ജോലിക്ക് വെച്ച ആളായിരുന്നു ഞാൻ. അതിലങ്ങനെ 10 വർഷം 10 പൈസ കോയമ്പത്തൂർ ടൗണിൽ ബസ്സിൽ വിട്ടാൽ തമിഴ്നാട്ടിൽ 10 പൈസ കൊടുത്താൽ മതി. കറങ്ങിയിട്ട് എവിടെ വേണേലും പോവാം. 50 പൈസയുള്ളൂ ഊണ്, ഹോട്ടലിൽ ഊണ്. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. ഇപ്പോഴും തമിഴ്നാട്ടിൽ ജീവിക്കാൻ സുഖമാണ്, അത് വേറെ കാര്യം. അറിഞ്ഞു കാണുമല്ലോ മലയാളി തമിഴ് എന്നുള്ളതിൽ അന്ന് എംജി ഉള്ള കാരണമാണ് അവിടെ മലയാളത്തിലേക്ക് അവിടെ ഇരിക്കാൻ ഉണ്ടായത്. അപ്പോൾ കരുണാനിധി പറഞ്ഞ് തൻ്റെ നാട്ടിൽ നീ മലയാളത്തുകാരനല്ലേ. അപ്പോൾ എടുത്തു വാക്കി MGR പറഞ്ഞത് നീ തെലുങ്കിന്, നീ ആന്ധ്രയ്ക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ MGRനെ വെച്ചിട്ടാണ് കരുണാനിധി ആളായത് അവിടെ. അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഊട്ടിയിൽ മഴയൊക്കെ പോയിട്ട് ടെലഫോണിൽ ഒരു 10 വർഷം ജോലി എടുത്തത്. ടെമ്പറേറ്റും പിന്നെ ഇതായിട്ടുള്ളത്. പിന്നെ വേണ്ടച്ച് പോരി ചെയ്ത്. അന്ന് ഇനി പറഞ്ഞ കാര്യമില്ല. ആരെയും